ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു കൂന്തൽ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഒരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മുടെ കുക്ക് ചെയ്യാൻ പോകുന്ന പാത്രത്തിലോട്ട് തന്നെ ഞാനിവിടെ ഒരു ചീഞ്ചട്ടിയാണ് എടുത്തത്. ഈ ചട്ടിയിലോട്ട് തന്നെ ഡയറക്റ്റ് നമ്മളതിലോട്ട് ഇടുക ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇതിൽ ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് സ്റ്റൗവിലോട്ട് മാറ്റാം. മൂടി വെച്ച് കുറച്ച് സമയം നമുക്ക് വേവിച്ച് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം കൂടി, കൂന്തൽ കുക്കാനുള്ള സമയം കൂടി, കുറച്ച് സമയം കൂടി നമ്മളിത് കുക്ക് ചെയ്യേണ്ടതാണ്. ഈ സമയം നമ്മൾ കുറച്ച് തേങ്ങയും ജീരകവും ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് ഞെരടി അതിനെ വെക്കേണ്ടതാണ്. ജീരകത്തിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ടേസ്റ്റൊക്കെ അതിലോട്ട് തേങ്ങയിൽ നന്നായിട്ട് ചേരുന്ന രീതിയിൽ ആക്കി വെച്ച ശേഷം നമ്മൾ ഈ കൂന്തലിലോട്ട് ഈ തേങ്ങയും ജീരകവും കൂടിയുള്ള മിക്സ് നമ്മൾ ചേർക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കുക. ഇതിലോട്ട് ചേർക്കേണ്ടത് കുരുമുളകും ഗരം മസാലയാണ്. തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആവശ്യത്തിന് ഗരം മസാല ചേർക്കുക. പിന്നെ നിങ്ങളുടെ എരിവിന് കണക്കായിട്ടുള്ള കുരുമുളക് കൂടി ഇതിലോട്ട് ചേർക്കുക. മല്ലിയില കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. മല്ലിയില ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം മല്ലിയിലയും ഗരം മസാലയും കുരുമുളകും ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ കൂന്തൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് ചേർക്കേണ്ടത് ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ചതച്ച് ഇതിലോട്ട് ചേർക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി, പച്ച വെളിച്ചെണ്ണ കൂടി ലാസ്റ്റ് നമ്മളൊന്ന് ഇതിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.